ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ കവിത വാര്യർ. മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ഇടുന്നത്. സോറി ഫോർ ദ ഡിലേ. സോ എൻ്റെ അടുത്ത് പലരും ഇപ്പോൾ കമൻറ്റ് സെക്ഷനിലും പലരും ചോദിക്കുന്നുണ്ട് ഈ ഒമേഗ 3 എന്തിനുള്ളതാണ്, അല്ലെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്തിനുള്ളതാണെന്നുള്ളത്. ആൻഡ് ചിലവരത് പണ്ട് നമ്മൾ മീനെണ്ണ ഗുളികയായിട്ട് നമ്മൾ കഴിച്ചിരുന്നു ഒരു കാലത്ത്. അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഇതെന്തിനുള്ളതാണ്. സോ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ആൻഡ് പുഷ് ദ ബെൽ ബട്ടൺ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ. സോ ഒമേഗ 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ബോഡിയിൽ എല്ലാ വിറ്റമിൻസും മിനറൽസും എവറിത്തിങ് ചേർന്നിട്ട് ഒരു ഹെൽത്താണ് നമ്മൾ ഹെൽത്തി ബോഡി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ ഇതിൽ വിറ്റമിൻസ് ഉണ്ടാവും, മിനറൽസ് ഉണ്ട്, എവറി വിറ്റമിൻ അതിൻ്റെതായിട്ടുള്ളൊരു ഗുണമുണ്ട്. ഓക്കെ. സോ ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഉപയോഗമുള്ള, ഭയങ്കര ഫങ്ഷൻസ് ഉള്ള, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്. ഓക്കെ. ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒമേഗ 3 എന്നുള്ളത് 2 സംഭവത്തിലാണ് ഒമേഗ 3 ഉണ്ടാവുക. ഒന്ന് ഫിഷിൽ, ഒന്ന് പ്ലാന്റ്സിൽ. ഓക്കെ. ഫിഷ് അതുകൊണ്ടാണ് മീനെണ്ണ ഗുളിക എന്ന് പറഞ്ഞിട്ട് ആ ഫിഷിൻ്റെ ഓയില് അത് നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. ഓക്കെ. അപ്പോൾ ഒമേഗ 3 എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ? സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ഹെഡ്. നമുക്ക് മോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. തല അതിൻ്റെ നമുക്ക് ഡിപ്രഷന് നല്ലതാണ്. ഓക്കെ. മെമ്മറി ഡിപ്രഷന് നല്ലതാണെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഡിപ്രഷൻ ഉണ്ട് അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ബ്രെയിൻ്റെ സെൽസ് ഇംപ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാം ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ഒമേഗ 3 ഉണ്ട്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ സ്ലീപ്പ്. ഓക്കെ. പിന്നെ ഹെയർ ഫോളിനെ തടയാനുള്ള ഒരു കഴിവ് ഒമേഗ 3 ഉണ്ട്. അതേമാതിരി ഭയങ്കര തലവേദന അല്ലെങ്കിൽ ഉറക്കമില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷൻ. പിന്നെ കണ്ണിൻ്റെ ഡ്രൈനെസ്സിനൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. അതേമാതിരി നമ്മുടെ ഏത് ജോയിൻറ്റിൽ പെയിൻ, ഇൻഫ്ലമേഷൻ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴും നമ്മുടെ ഒമേഗ 3 അതിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് കൊളസ്ട്രോൾ. ഗുഡ് കൊളസ്ട്രോൾ നമ്മുടെ ബോഡിക്ക് ഒരുപാട് കൂട്ടും. അതിൻ്റെ കൂടെ നമ്മുടെ ഹാർട്ടിൻ്റെ എന്ത് ഇഷ്യൂസിനെ അതിൻ്റെ റിസ്ക് കുറയ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ ചിലർ പറയും ഇറ്റ്സ് ഗുഡ് ഫോർ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ കൊടുക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇഷ്യൂസ് വരുമ്പോൾ അതിൻ്റെ ആ ഒരു റിസ്ക് കുറയ്ക്കും എന്നുള്ളതാണ് ഒമേഗ 3 ഇവിടെ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഡയബറ്റീസ്, ലിവറിൻ്റെ ഫങ്ഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേമാതിരി തന്നെ നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ നമ്മൾ പറയില്ല ഭയങ്കര നമുക്കൊരു ഉന്മേഷമില്ല, ഒരു സുഖമില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും ഒമേഗ 3 ഹെൽപ്പ് ചെയ്യും. സോ ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. അത് പ്ലാന്റ്സിലാണ് ഉണ്ടാവുക. സോ നമ്മൾ ചെടികൾ കഴിച്ചില്ല അല്ലെങ്കിൽ ചീര അങ്ങനത്തെ ലീഫി വെജിറ്റബിൾസ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒമേഗ 3 ഒബ്വിയസ്ലി ഒമേഗ 3 മഗ്നീഷ്യം ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ജോയിൻസിൻ്റെ അവിടെ വേദനയും നീർക്കെട്ടും ഇതൊക്കെ വരുന്നത്. ഇനി ഒമേഗ 3 ഇല്ല എന്നുണ്ടെങ്കിൽ ഒമേഗ 3 ഡെഫിഷ്യൻസി ഉണ്ട് അല്ലെങ്കിൽ മഗ്നീഷ്യത്തിന് ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേരെ വിപരീതമായിരിക്കാം. ഓക്കെ. മീൻസ് ആയിരിക്കാം എന്നല്ല, ആണ്. അത് നമുക്ക് കൊളസ്ട്രോൾ വരാം, നമുക്ക് ഡയബറ്റിക് വരാം, നമ്മുടെ തലയ്ക്ക് വേദന ഉണ്ടാവും, മുടി കൊഴിച്ചിലുണ്ടാവും, നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും. എല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം. അപ്പോൾ എന്ത് കാര്യത്തിന് ഞാനതൊരു ഗുണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ. കഴിഞ്ഞ ദിവസം ഞാൻ മഗ്നീഷ്യത്തിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും മഗ്നീഷ്യം എന്തിനുള്ളതാണെന്നുള്ളത്. അതേമാതിരിയാണ് ഓരോ വിറ്റമിൻസിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്, അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളുണ്ട്. ഇനി കൂടുതൽ നിങ്ങൾക്ക് ഇന്ന കാര്യത്തിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കുക.